ഹലോ ഗെയ്സ്, ഞാൻ മുഹമ്മദ് സ്വാഗതമാട്. നമ്മളിന്ന് വെറൈറ്റി ഒരു വീഡിയോ ആയി. ഇതെന്താന്ന് പറഞ്ഞാലേ, നമ്മൾ നല്ലൊരു മാവിൻ്റെ കൊമ്പ് ഇന്ന് കാറ്റിൽ കുറച്ച് മുന്നായി മാങ്ങ ഓവറായിക്കാണ്ട് തൂങ്ങി പൊട്ടി നിൽക്കുകയായിരുന്നു. എൻ്റെ ഇവിടെ കാണുന്നതാ പൊട്ടി മാങ്ങ ഓവറായിക്കാണ്ട് വേനലിൽ പൊട്ടി നിന്നീന്നതാണ്. അങ്ങനെ നിൽക്കുമെന്ന് കരുതിയിരുന്നു. അപ്പോൾ പിന്നെന്തായി, അപ്പോൾ അത് കാറ്റടിച്ചപ്പോൾ അതുകൊണ്ട് താഴോട്ട് പോന്നു. അപ്പം ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കാനോട്ട് തോന്നുന്നില്ല, തെങ്ങിലോട്ട് കണ്ട് വെട്ടിയിടാൻ തോന്നുന്നില്ല. അപ്പോൾ ഏകദേശം അതിൻ്റെ മുറിയൊക്കെ ഇവിടെ ആദ്യം ഒടിഞ്ഞ മുറിയൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറിയ മരുന്നിൻ്റെ പ്രയോഗമൊക്കെ നടത്തിയിട്ട് ചകിരിത്തുപ്പ് വെച്ചിട്ട് അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്നാണ്ട് പാക്കിങ് ചെയ്തതാണ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത പരിപാടി അതിൻ്റെ മറ്റുള്ള ഈ ഭാഗം കൂടി അങ്ങനെ ചെയ്തിട്ട് ഇവിടെ നമുക്ക് അതിനുള്ള മരുന്ന് വെച്ചിട്ട് നേരെ അതിനെ കുറച്ച് ദിവസം വെള്ളത്തിൽ വെക്കണം. വെള്ളത്തിൽ വെച്ചാൽ ഒരു പരീക്ഷണമാണ്, ചെയ്ത് നോക്കുക, ആയാലറിയാം. വേര് വരാൻ സാധ്യതയുണ്ട്. എന്താ വേര് വരാനുള്ള എല്ലാം ഒരുക്കാനും തുടങ്ങിക്കണം. ഇവിടെ തൂങ്ങി നിന്നിട്ട് വേര് വരാനുള്ള ഉണക്കല്ല, നല്ല പച്ചപ്പേനയാണ്. അപ്പോൾ അവിടെ നമുക്ക് അതിനുള്ള അതിന് ഹോർമോണുകളൊക്കെ വെക്കാണ്ട് ആ ഹോർമോണിൽ അപ്പോൾ ഇത് പൊടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് പൊടിച്ച് വരികയാണെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കും എന്താണ് ഹോർമോണ്, അപ്പോൾ വെച്ച ഹോർമോൺ എന്തായിരുന്നു എന്നുള്ളത്. ഇതവിടെയൊക്കെ വേര് വരാനുള്ള ഇത് മുകളിൽ നിന്നിട്ട് വേര് വരാനുള്ള ഒരുക്കാനത്തിലാണ്. അപ്പോൾ നോക്കുക, അടുത്ത ഇതിൻ്റെ ബാക്കിയുള്ള പണിയും കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇത്രയായി, ഏകദേശം ബന്ധായി. ഇനി നമുക്ക് ഇവിടെ കുറച്ചൊന്ന് നന്നാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു ഹോർമോൺ ഉണ്ട്, ആ ഹോർമോൺ ഒന്നെടുത്ത് എത്തിയിട്ട് എന്ത് ചെയ്യണം, ഏകദേശം ഉണക്കം വന്നേക്കണം. ഇവിടെയാണ് ഇപ്പോൾ വേരിനുള്ള തുടക്കം കുറിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്ന അതിനെ തേച്ച് കൊടുക്കുന്നത് ചെറുതായ മുകളിലൊക്കെ തേച്ച് കൊടുത്തേക്കണ്. മുകളിൽ തേച്ച് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ അടിയിലും തേച്ച് കൊടുക്കും. ഈ രീതിയിലാണ് നമുക്ക് ഹോർമോണ് വെക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പരീക്ഷണം നടത്തി നോക്കുകയാണ്. നോക്കട്ടെ, ഇതാണ് ഹോർമോണ്. ഈ സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാണുന്നുണ്ടാവും വിചാരിക്കുന്നത്, ഉണ്ടല്ലേ? കുറേയൊക്കെ കുഴപ്പമില്ലാത്ത സാധനമാണ്. ഉപയോഗിച്ചിട്ട് ഇതുവരേക്കുള്ള റിസൾട്ടൊക്കെ നല്ല റിസൾട്ടാണ്. ഒന്നും പറയാൻ വയ്യ, ഇതിൻ്റെ എന്താണെന്ന് പറയാൻ പറ്റില്ല.
അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇപ്പം നമ്മളെ മാവിൻ്റെ കൊമ്പ് പൊട്ടി വീണത്. ഒരു 2 മാസം മുന്നേ ഒടിഞ്ഞ് തൂങ്ങിയതായിരുന്നു. അതിന് നല്ലോണം മാങ്ങ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 8-9 കിലോ പോലെ മാങ്ങ ഈ ഒരൊറ്റ ഈ പല ചുള്ളികളിലായിട്ട് ഏകദേശം ഒരു 5-6 കൊമ്പുകളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഞാൻ ബ്രൂണിങ് ചെയ്ത് കണ്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒടിഞ്ഞ ഭാഗം ഇവിടെ നിന്നും കൊണ്ട് ഒടിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വേര് വരാനുള്ള തൊലി ഇങ്ങനെ മുറിയായി കൂടി വരുന്നുണ്ട്. അപ്പം ഇനി ഇതിന് ഏകദേശം എന്താണ് നമ്മൾ ചകിരിത്തുപ്പിലാണ് അതിനെ പാക്കിങ് ചെയ്തിട്ടുണ്ട്. ഇനി അതെന്ത് ചെയ്യണം, അതിന് ഇവിടെ ഹോർമോൺ വെച്ചു, കറ്റാർവാഴൻ്റെ ജെല്ലൊക്കെ തേച്ച് ഹോർമോൺ വെച്ച് പാക്കിങ് ആക്കി. ഇനി അതിന് ഒരു ഹോർമോണും കൂടി നമുക്ക് ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിന് ലേശം ഒരു ഇളനീർ വേണം. ഇളനീറിൻ്റെ വെള്ളത്തിലാണ് അതിൻ്റെ വെള്ളം, നല്ല വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലൊരു പാത്രത്തിൽ ഇതിൻ്റെ തല വെള്ളത്തിൽ തട്ടുന്ന രീതിയിൽ എടുത്തത്. നമ്മളെ പോളിറ്റിങ് ഹൗസ് അവിടെ ഉണ്ട്. അതിൽ മുഴുവൻ കൃഷി തൈകളാണ്. അതിൽ പല തൈകളുണ്ട്. റംബുട്ടാൻ, തിർപ്പല്ലി മുളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിർപ്പല്ലീൻ്റെ തൈകളുണ്ട്. ചക്കൻ്റെ പിലാവിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി അതിൽ കുരുമുളകിൻ്റെ ഉണ്ട്. അങ്ങനെ ഓരോ പല ഐറ്റംസ് സാധനങ്ങളും അതിലുണ്ട്. 3-4 ഐറ്റം സാധനങ്ങൾ അതിൽ മുളപ്പിക്കാനും തയ്യാക്കാനും വെച്ചിട്ടുണ്ട്. അതിൽ കൊണ്ടുപോയി അവിടെ വെക്കും. അപ്പോൾ ഏതാനും ഇത് കാണുന്ന ആളുകൾ ഇൻഷാല്ലാ ഇതിൻ്റെ വീഡിയോ അടുത്ത് പേര് വന്ന് ആയാൽ പല ശിഖരങ്ങളും വന്നാൽ നിങ്ങളുടെ മുൻപാകെ വരും. ഒന്ന് മുന്നേ ചെയ്തിട്ട് ഇതേമാതിരി വിജയിച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ട്. ഇത് കുറച്ച് വലിയതായപ്പോൾ ഒഴിവാക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്നുള്ളൂ, ഒരു പരീക്ഷണം. ജയിച്ചാൽ നമുക്ക് നല്ല വേറെ സ്പോട്ടിലേക്ക് നല്ല റമ്മിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാവാക്കി മാറ്റാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ബെല്ലൈക്കണൊക്കെ അടിച്ച് അടുത്തുള്ള വീഡിയോ കാണാനൊക്കെ ശ്രമിക്കുക. അതുപോലെ പരീക്ഷണം നടത്തി നോക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. അസ്സലാമു അലൈക്കും.